മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസ കരട് പട്ടികയിൽ കല്ലുകടി. പട്ടികയിൽ അപാകതയേറെയെന്ന് ദുരന്തബാധിതർ. പട്ടികയിൽ നിരവധി പേരുകളിൽ ഇരട്ടിപ്പുണ്ട്. മുണ്ടക്കൈ മേഖലയിൽ 10-ലധികം പേർ ഒന്നിലധികം തവണ പട്ടികയിൽ ഉൾപ്പെട്ടതായി പരാതി. ഇപ്പോൾ LSGD ജോയിന്റ് ഡയറക്ടറെ പ്രതിഷേധം അറിയിക്കാൻ ഒരുങ്ങുകയാണ്. ദുരന്തബാധിതർ മേപ്പാടി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി അവിടെ അവർ പ്രതിഷേധിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്ത്, ഇത് കരട് പട്ടികയാണെങ്കിൽ പോലും സംഭവിക്കാൻ പാടില്ലാത്ത തരത്തിൽ ഒരു പിഴവ്. ഇതിലെന്താണ് ദുരന്തബാധിതർ പറയുന്നത്? അധികൃതരുടെ വിശദീകരണം എന്താണ്? ഇപ്പോൾ LSGD ജോയിന്റ് ഡയറക്ടർ പഞ്ചായത്തിന്റെ ഹാളിലെത്തിയിട്ടുണ്ട്. അത് ജനപ്രതിനിധികളുമായി ചർച്ച നടത്തുകയാണ്. ഈ ചർച്ചയ്ക്കിടയിലാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം വന്നിരിക്കുന്നത്. ആ പ്രതിഷേധത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ലിസ്റ്റ് 388 പേരുടെ പ്രാഥമിക ലിസ്റ്റാണ് ഇത്. ആ ലിസ്റ്റിൽ ആകെ അപാകത എന്നുള്ളതാണ് ഈ ദുരന്തബാധിതർ ആരോപിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാരണം അവർ തന്നെ ആ ലിസ്റ്റ് പൂർണ്ണമായ രീതിയിൽ പരിശോധിച്ചതാണ്. അത് പരിശോധിച്ച ഘട്ടത്തിൽ പൂർണ്ണമായും ആ ലിസ്റ്റിനകത്ത് ഡബിൾ എൻട്രികൾ ധാരാളമുണ്ട്. മാത്രമല്ല അനർഹരായിട്ടുള്ള ആളുകൾ ഒരുപാട് ഉൾപ്പെട്ടിട്ടുണ്ട്. അർഹതയുള്ളവർക്ക് ഒരു തരത്തിലുള്ള പരിഗണനയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പരാതി. ഇതിൽ നമ്മൾ പോലും ആ ലിസ്റ്റ് പരിശോധിച്ചു. ആ ലിസ്റ്റ് പരിശോധിച്ച ഘട്ടത്തിൽ 70ഓളം പേരുടെ റീ എൻട്രി വന്നിട്ടുണ്ട്. 2 തവണയാണ് ഒരാളുടെ പേര് വന്നിട്ടുള്ളത്. അത് പലരുടെയും പേര് സ്പെല്ലിംഗ് മാത്രം മാറിയിട്ടുള്ള അവസ്ഥയുണ്ട്. അങ്ങനെ ഡബിൾ എൻട്രികൾ ധാരാളമുണ്ട്. അത് മുണ്ടക്കൈ വാർഡ്, അതായത് 11ാം വാർഡിൽ മാത്രം പരിശോധിച്ചപ്പോഴാണ് ആ അവസ്ഥ ഉള്ളത്. ഇത് തന്നെയാണ് ചൂരൽമലയിലും മറ്റ് വാർഡുകളിലും ഇത് തന്നെയാണ് അവസ്ഥ എന്നുള്ളതാണ്. ഇതാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിനുള്ള കാരണം ഇങ്ങനെ ഒരു പ്രാഥമിക ലിസ്റ്റ് കഴിഞ്ഞ 26-ാം തീയതി ഗവൺമെന്റ് ഓർഡർ ഇറങ്ങുന്നു. ആ ഓർഡർ ഇറങ്ങിയ ഘട്ടത്തിൽ അതും കഴിഞ്ഞ് 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ലിസ്റ്റ് തയ്യാറാക്കും, പ്രാഥമിക ലിസ്റ്റ് തയ്യാറാക്കും എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ അത് 20 ദിവസം കഴിഞ്ഞു. എന്നിട്ടാണ് ലിസ്റ്റ് പുറത്തിറക്കിയത്. എന്നിട്ട് പോലും അത് കുറ്റമറ്റ ലിസ്റ്റ് ആക്കാൻ, കരട് ലിസ്റ്റ് ആക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും 15 ദിവസം ആക്ഷേപം സ്വീകരിക്കാനുള്ള ഒരു സൗകര്യം അത്തരത്തിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ പ്രാഥമിക ലിസ്റ്റിൽ പോലും ഇത്തരത്തിൽ ഒരു ജാഗ്രത ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനമായും ആരോപണമായി ഉന്നയിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ ലിസ്റ്റിൽ പഞ്ചായത്ത് സർവകക്ഷി യോഗം വിളിച്ച ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു. എല്ലാ പാർട്ടികളിൽ ഉൾപ്പെട്ട ആളുകൾ, ജനപ്രതിനിധികളടക്കം ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം ഒരു ലിസ്റ്റ് 502 പേരുടെ പ്രാഥമിക ലിസ്റ്റാണ്. അതായത് ആദ്യഘട്ടത്തിൽ പരിഗണിക്കേണ്ട 502 പേരുടെ ലിസ്റ്റാണ്. ആ ലിസ്റ്റുമായി ഒത്തുനോക്കി വേണം ഇത്തരത്തിൽ കരട് പട്ടിക പ്രസിദ്ധീകരിക്കാമെന്ന് ഗവൺമെന്റ് ഓർഡറിൽ തന്നെ 2ാമത്തെ പോയിന്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത്തരത്തിൽ ഒരു പരിശോധന നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത്. അതാണ് ഇവർ ഇങ്ങനെ ഈ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് എത്തിയിരിക്കുന്നത്. LSGD ജോയിന്റ് ഡയറക്ടറുടെ സാന്നിധ്യത്തിലാണ് ഇന്ന് ജനപ്രതിനിധികളുടെ യോഗം പഞ്ചായത്തിൽ വിളിച്ചത്. ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് യോഗം വിളിച്ചത്. പക്ഷേ ആ യോഗത്തിനകത്താണ് ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി ദുരന്തബാധിതർ തന്നെ എത്തിയിരിക്കുന്നത്. എന്നാണ് ഇവരുടെ ഭവന നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്ന് പൂർത്തിയാകുന്ന കാര്യത്തിൽ ഇനിയും അവ്യക്തതയുണ്ട്. അതിൻ്റെ ആ പ്രാഥമിക പടിയിൽ തന്നെ ഇങ്ങനെ കല്ലുകടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ലിസ്റ്റ് ഒരു പ്രധാനപ്പെട്ട ലിസ്റ്റാണ്. ആ ലിസ്റ്റിൽ ഇനി മാറ്റം ഉണ്ടാകും. അത് 15 ദിവസത്തെ ആക്ഷേപം ഉന്നയിക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇതാണ് അവസ്ഥ. ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ വഴിയിലേക്ക് ആളുകൾ എത്താനുള്ള കാരണം ഇപ്പോൾ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ളവരാണ് സംസാരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ബാബുവിന്റെ അധ്യക്ഷതയിലാണ് ഈ യോഗം തുടങ്ങിയത്. പക്ഷേ ഈ യോഗത്തിനകത്ത് ഈ ജനപ്രതിനിധികളടക്കം ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഉന്നയിക്കുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. കാരണം മേപ്പാടി പഞ്ചായത്ത് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു. ആ ലിസ്റ്റ് ഒരു തരത്തിലുള്ള പരിഗണനയ്ക്കും വിധേയമായിട്ടില്ല എന്നുള്ള തരത്തിലുള്ള പരാതിയാണ് പ്രധാനമായും ഉയരുന്നത്. എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഇവിടെയുണ്ട്, ജനപ്രതിനിധികളുണ്ട്. ഇവർ എന്ത് നിലപാടാണ് എടുക്കുന്നത്? ഒരുപക്ഷെ ഈ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിരുന്നു. ഈ ലിസ്റ്റ് അംഗീകരിക്കുന്ന പ്രശ്നമല്ല. ഈ ലിസ്റ്റ് ഒരു കാരണവശാലും എന്ത് ചെയ്യുമില്ല, ഈ ലിസ്റ്റ് അംഗീകരിക്കില്ല. ഇത് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥന്മാർ വരാതെ ഇവിടുന്ന് പോകില്ല. ഉദ്യോഗസ്ഥന്മാർ വരാതെ ഇവിടുന്ന് ഞങ്ങൾ പോകില്ല. ഇത് വിട്ടുവിട്ടു ഇല്ല. ഞങ്ങളിവിടെ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവിടെ വരാതെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നില്ല. പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഡബിൾ എൻട്രി മാത്രമല്ല, അർഹതയില്ലാത്ത ആൾ കയറിയിട്ട് അർഹതയുള്ള ആളുകൾക്ക് ലിസ്റ്റില്ല. അത്ര 10 മീറ്റർ പൊട്ടിയിട്ട് 10 മീറ്റർ പോലും അർഹതയില്ലാത്ത വീടുകൾ വരെ പുറത്താണ്. എന്നാൽ അർഹതയില്ലാത്ത ആളുകളൊക്കെ കയറി കൂടിയിട്ടുണ്ട്. കൃത്യമായിട്ട് ഞങ്ങൾക്കത് പറയാൻ കഴിയില്ല. ഞങ്ങളോട് വിളിച്ച് ചോദിക്കുകയാണ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. അവിടെ ഒരു തീരുമാനം എടുക്കുക, ഇവിടെ നിന്ന് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും ഞങ്ങൾക്ക്. ഞങ്ങൾ ജനങ്ങളുടെ കൂടെയല്ലേ നിൽക്കേണ്ടത്. അന്ന് ഓൾ പാർട്ടി തീരുമാനപ്രകാരം ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ലിസ്റ്റ് 1ാം ഘട്ടത്തിൽ അംഗീകരിച്ചു പോകണം.
അല്ലാതെ അവിടുന്ന് ഇവിടുന്നൊക്കെ ലിസ്റ്റ് ഉണ്ടാക്കി ഞങ്ങളത് എങ്ങനെ അംഗീകരിക്കാം? 502 എങ്ങനെ 388 പോയി? അത് ആരുണ്ടാക്കി? ഉദ്യോഗസ്ഥ തലത്തിലല്ലേ. പിന്നെ ഇവിടെ ഒന്ന് ഞങ്ങൾ അംഗീകരിക്കണം പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാനാ? ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ പ്രശ്നം വഴിപ്പിക്കുക, പുനരധിവാസം വഴിപ്പിക്കുക, ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇതുവരെ ഭൂമി കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞില്ല. ഈ ലിസ്റ്റ് ഇപ്പൊ 15 ദിവസത്തിന് ആക്ഷേപം പറഞ്ഞിരിക്കുന്നത്. 15 ദിവസം കഴിഞ്ഞ് ഈ ലിസ്റ്റ് അംഗീകരിക്കാൻ കഴിയുമോ? അപ്പൊ വീണ്ടും 15 ദിവസം കഴിയും. ഇതുവരെ ഭൂമി കണ്ടെത്താൻ അതോട് ആ ഉദ്യോഗസ്ഥ തലത്തിലെ ഒരു അനാസ്ഥ വീഴ്ചയാണ്. ഭൂമി കണ്ടെത്തുന്നവരെ ഈ ലിസ്റ്റ് ഇങ്ങനെ വഴിപ്പിക്കുക. അതൊന്നും അത്രേ ഉള്ളൂ പറയാനുള്ളതിൽ. എന്തായാലും ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ രീതിയിലുള്ള അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. കാരണം ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് കൃത്യമായ രീതിയിൽ സർവകക്ഷി യോഗം വിളിച്ചുകൊണ്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു. അതിൽ 502 പേരുടെ പട്ടികയാണ്, അത് കൃത്യമായി പരിഗണിക്കേണ്ടവരുടെ പട്ടികയാണ് പഞ്ചായത്ത് തയ്യാറാക്കി നൽകിയത്. അതിൽ എല്ലാ തരത്തിലും ഈ ദുരന്തബാധിതരുടെ പ്രതിനിധികളും ഒപ്പം തന്നെ ഈ സർവകക്ഷി പ്രതിനിധികളും ആ മേഖലയിലുള്ള ആളുകളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പങ്കെടുത്ത് അതിനുശേഷം കൃത്യമായി ഇരുന്നുകൊണ്ടാണ് അങ്ങനെ ലിസ്റ്റ് തയ്യാറാക്കിയത്. പക്ഷേ ഇവരെ ഒന്നും പരിഗണിച്ചില്ല, ആ ലിസ്റ്റിനെ പരിഗണിച്ചില്ല എന്നുള്ള ആക്ഷേപമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. പക്ഷേ ഗവൺമെന്റ് ഓർഡറിൽ തന്നെ 26-ന് ആ ഇതുമായി ബന്ധപ്പെട്ട ഓർഡറിൽ തന്നെ കൃത്യമായ രീതിയിൽ തന്നെ ആ ഓർഡറിൽ ഉണ്ടായിരുന്നു ഈ ലിസ്റ്റ് കൂടി ഒത്തുനോക്കി വേണം ഈ പുതിയ ലിസ്റ്റ് ഈ കരട് ലിസ്റ്റ് തയ്യാറാക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി പറഞ്ഞിരുന്നു. എന്തായാലും അങ്ങനെയെങ്കിൽ ഈ കരട് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? നമ്മൾ ഇതിന്റെ ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിച്ചോ സുർജിത്ത്? അതിന്റെ മോഡലും പോയി, ഞാൻ കുണ്ടടിയിലെ എന്റെ വീട് പോയി, ലിസ്റ്റ് ഉണ്ടാക്കിയത്. എന്തായാലും വളരെ വൈകാരികമായ രീതിയിലുള്ള പ്രതികരണം കൂടി ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ആളുകൾ അങ്ങനെ പ്രതികരിക്കുന്നു. എന്തായാലും ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇന്നലെ ഞാൻ DDMA മീറ്റിങ്ങിലുണ്ടായിരുന്നു, സെക്രട്ടറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നലെ DDMA ഡിസ്കസ് ചെയ്ത പ്രകാരം, അവിടെ ചർച്ച ചെയ്ത പ്രകാരമാണ് ഈ 2 ലിസ്റ്റും കമ്പയർ ചെയ്തതിന് ശേഷമുള്ളതാണെന്നാണ് നമ്മൾ DDMA പാസ് ചെയ്തത്. അതിനുശേഷമാണ് ഇങ്ങനൊരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അത് DDMAയിൽ നിന്ന് നമ്മളോട് നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യം, ഇന്ന് നിങ്ങൾ ഇവിടെ പഞ്ചായത്ത് യോഗം നടത്തി ആക്ഷേപം സ്വീകരിക്കുന്നതാണെന്നും ആക്ഷേപം സ്വീകരിച്ചിട്ട് 15 ദിവസത്തിനുള്ളിൽ എല്ലാ ആക്ഷേപങ്ങളും, അതായത് ഒരാക്ഷേപത്തിൻ്റെ പോലും മെറിറ്റ് നോക്കണില്ല, അത് നമ്മൾ എല്ലാ ആക്ഷേപങ്ങളും സ്വീകരിക്കും. അത് നമ്മളിവിടെ തീരുമാനിക്കില്ല. എല്ലാ ആക്ഷേപങ്ങളും എടുത്തതിന് ശേഷം അത് ശരിയാണോ തെറ്റാണോ പൂർണ്ണമായും നോക്കിയതിന് ശേഷം മാത്രമേ അന്തിമ ലിസ്റ്റിലേക്ക് പോകുള്ളൂ എന്നുള്ളതാണ് DDMAയുടെ തീരുമാനം. ആ തീരുമാനം ഇവിടെ അറിയിക്കാനാണ്, ആ തീരുമാനം ഇവിടെ ഡിസ്കസ് ചെയ്തിട്ട് ഇതിനുള്ള അപേക്ഷ സ്വീകരിക്കാനുള്ള സംവിധാനം ഉള്ള കാര്യം കൂടി അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ചുമതല ഞാൻ നിറവേറ്റും. നിങ്ങൾ എന്നെ അനുവദിക്കണം എന്ന് മാത്രമേ ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ LSTDയുടെ വിശദീകരണം പറയുന്നത്, ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് അവർ പറയുന്ന കാര്യം, അത് ആക്ഷേപങ്ങൾ സ്വീകരിക്കാൻ 15 ദിവസമുണ്ട്. ഈ കാര്യം ഔദ്യോഗികമായി അറിയിക്കാൻ വേണ്ടിയാണ്. അതായത് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഇനി ആക്ഷേപങ്ങൾ സ്വീകരിക്കാൻ 15 ദിവസമുണ്ട്, ആ കാലാവധിയുണ്ട് എന്നുള്ളത് അറിയിക്കുക എന്നുള്ളതാണ് തന്നിൽ നിക്ഷിപ്തമായ ചുമതല എന്നുള്ളതാണ് തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത്. എന്തായാലും ഈ ലിസ്റ്റ് പൂർണ്ണമായും റദ്ദാക്കണം എന്നുള്ള ആവശ്യമാണ് ഈ ദുരന്ത ബാധിതർ ഉന്നയിക്കുന്നത്. പൂർണ്ണമായും ഈ ലിസ്റ്റ് അംഗീകരിക്കാൻ തയ്യാറല്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. മാത്രമല്ല ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകണം, ഈ ലിസ്റ്റ് പൂർണ്ണമായും ഒഴിവാക്കണമെന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്തായാലും പ്രതിഷേധം ഇവിടെ തുടരുകയാണ്. ഈ ലിസ്റ്റ് പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയില്ല, കാരണം ഒരുപാട് അപാകതകൾ, റീ എൻട്രികൾ അതിനകത്തുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഗുരുതരമായ പിഴവാണ്. കരട് ലിസ്റ്റിൽ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഇങ്ങനെ കല്ലുകടി ഉണ്ടാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതായത് ഇതൊരു പ്രധാനപ്പെട്ട ലിസ്റ്റാണ്. ഇത്രയും ദിവസം എടുത്തു. അതായത് 26-ാം തീയതി ഈ ഉത്തരവിറങ്ങുന്നു. ആ ഉത്തരവിറങ്ങി 10 ദിവസത്തിനകം തന്നെ അന്തിമ ലിസ്റ്റ് തയ്യാറാക്കണം എന്നുള്ള തരത്തിലുള്ള വിവരമാണ് പുറത്തു വന്നത്, എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു ലിസ്റ്റ് ഇത്രയും വൈകിട്ട് പോലും അതൊരു കുറ്റമറ്റ ലിസ്റ്റാക്കി മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്തായാലും 15 ദിവസത്തോളം സമയം അനുവദിച്ചിട്ടുണ്ട്. അതിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കാം, അതിനുശേഷം ഈ ലിസ്റ്റിൽ ഭേദഗതി ഉണ്ടാകും എന്നുള്ള തരത്തിലാണ് സർക്കാർ സംവിധാനങ്ങളുടെ, അതായത് ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ വിശദീകരണം. അതിലെങ്ങനെ തീരുമാനം വരും എന്നുള്ളതാണ്. പഞ്ചായത്ത് ജനപ്രതിനിധികളടക്കം ഈ വിഷയത്തിൽ പ്രതിഷേധിക്കുന്നുണ്ട്. ഞങ്ങളുടെ ലിസ്റ്റ്, അതായത് പഞ്ചായത്ത് തയ്യാറാക്കിയ ലിസ്റ്റ് പരിഗണിച്ചിരുന്നുവോ എന്നുള്ള ചോദ്യമാണ് ഇവർ ഉയർത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ചൂണ്ടിക്കാട്ടി ജനപ്രതിനിധികളടക്കം ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെ ഈ കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധം തുടരുന്ന പശ്ചാത്തലമുണ്ട്. ഇതിലൊരു തീരുമാനം ഉണ്ടാകണം.
എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇതിൽ കൃത്യമായ രീതിയിലുള്ള തീരുമാനം ഉണ്ടാക്കിയെടുത്ത ശേഷമേ ഇവിടെ നിന്ന് മടങ്ങാൻ കഴിയൂ എന്നുള്ളതാണ് പറയുന്നത്. പഞ്ചായത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് വഴിമാറുന്ന തരത്തിലേക്കാണ് ഈ യോഗം ഇപ്പോൾ മാറിയിരിക്കുന്നത്. ദുരന്തബാധിതർ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ദുരന്തത്തിൽ നേരിട്ട് അതിൻ്റെ ഭാഗമായ മനുഷ്യർ, അതായത് വീടുകൾ നഷ്ടപ്പെട്ടവർ, കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടവർ എല്ലാം തന്നെ പലരും ഇവിടെയുണ്ട്. ആ ആളുകളാണ് ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രതിഷേധം അറിയിക്കുന്നത്. ഒരു തരത്തിലും